മരുമകനായ അശ്വിൻ കൃഷ്ണനോട് സിന്ധു കൃഷ്ണയ്ക്ക് വേർതിരിവ് കാണിക്കുന്നു എന്ന വിമർശനം കുറേ നാളുകളായി തുടരുന്നുണ്ട്. അടുത്തിടെ ചിക്കൻ കറി വെച്ചപ്പോൾ അശ്വിന് ചിക്കൻ ലെഗ് കൊടുക്കണ്ടെന്ന് സിന്ധു പറഞ്ഞത് വലിയ വിമർശനത്തിന് കാരണമായി. അശ്വിൻ എന്തിനിത്രയും അപമാനം സഹിച്ച് ഭാര്യ വീട്ടിൽ തുടരുന്നു എന്ന വിമർശനവും വന്നു. എന്നാൽ അശ്വിൻ ഈ സംഭവം കാര്യമായി എടുത്തിട്ടേയില്ല. സ്വന്തം വീട് പോലെയാണ് അശ്വിന് ഭാര്യ ദിയയുടെ വീടും. ദിയ അടുത്തിടെയാണ് അമ്മയായത്. ഈ സാഹചര്യത്തിൽ അശ്വിൻ ദിയയുടെ വീട്ടിൽ നിൽക്കുന്നതും ഇപ്പോഴിതാ മറ്റൊരു വിമർശനം വന്നിരിക്കുകയാണ് താരകുടുംബത്തിന്. ദീപാവലി ആശംസ അറിയിച്ചുകൊണ്ട് കുടുംബസമേതമുള്ള ഫോട്ടോ പങ്കുവച്ചായിരുന്നു ദിയ കൃഷ്ണയുടെ പിതാവ് കൃഷ്ണകുമാർ. തൻ്റെയും ഭാര്യയും 4 മക്കളും പേരക്കുട്ടികളും ഫോട്ടോയിലുണ്ട്. എന്നാൽ അശ്വിൻ മാത്രമല്ല. അശ്വിൻ കുടുംബാംഗമാണെന്ന് ഇപ്പോഴും കൃഷ്ണകുമാർ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്നാണ് നെറ്റിസൻസ് ചോദിക്കുന്നത്. മരുമകനാണോ ഫോട്ടോ എടുത്തത്? മരുമകനെ കൂടി ഫോട്ടോയിൽ ഉൾപ്പെടുത്താമായിരുന്നു എന്നിങ്ങനെ കമന്റുകൾ നീളുന്നു. പേരക്കുട്ടിയായ ഓമി ഫോട്ടോയിലുണ്ട്. ആ കുഞ്ഞിന്റെ അച്ഛനാണ് അശ്വിൻ. ആ പരിഗണന നൽകേണ്ടതാണ് അശ്വിനെ സ്നേഹിക്കുന്നവരുടെ ചോദ്യം. ഇതുപോലെ ദിയയെ ഉൾപ്പെടുത്താതെ അശ്വിന്റെ വീട്ടുകാർ കുഞ്ഞിനോടൊപ്പം ഫോട്ടോ പങ്കുവച്ചാൽ എങ്ങനെ തോന്നുമെന്നും ചോദ്യങ്ങളുണ്ട്. കഴിഞ്ഞ വർഷമായിരുന്നു ദിയയുടെയും അശ്വിന്റെയും വിവാഹം ചെയ്തത്. പ്രണയ വിവാഹമായിരുന്നു. പ്രണയത്തിലെ അധികം വൈകാതെ വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ ഇരുവരും തീരുമാനിച്ചു. നേരത്തെ ഇരുവരും സുഹൃത്തുക്കളായിരുന്നു. അശ്വിനേക്കാളും സമ്പന്നയാണ് ദിയ. ഈ വ്യത്യാസം ദിയയുടെ കുടുംബം കാണിക്കുന്നു എന്നാണ് ആരോപണവും. മരുമകന് പൊതുവെ ഒരു കുടുംബത്തിന് ലഭിക്കുന്ന പരിഗണനയൊന്നും അശ്വിന് ലഭിക്കുന്നില്ല എന്ന് ഇവർ ആരോപിക്കുന്നു. എന്നാൽ അശ്വിൻ ഈ വാദം അംഗീകരിക്കുന്നില്ല. ഒരിക്കൽ ദിയയും സിന്ധുകൃഷ്ണയും അശ്വിനോട് ഒട്ടും മര്യാദയില്ലാതെ സംസാരിച്ചു എന്ന് വിമർശനം വന്നിരുന്നു. എന്നാൽ അശ്വിൻ ഈ വാദത്തിൽ നിഷേധിച്ച് അന്ന് തന്നെ രംഗത്തെത്തുകയും ചെയ്തു. പൊതുവെ ഹേറ്റേഴ്സ് കൂടുതലുള്ള ഇൻഫ്ലുവൻസറാണ് ദിയ കൃഷ്ണ. നെഗറ്റീവ് കമന്റുകൾ ദിയ അവഗണിക്കുന്നു. ബിസിനസ്സിലും ബ്ലോഗിലുമായി ദിയ തിരക്കിലാണ്. ഇതിനൊപ്പരമെല്ലാം കുഞ്ഞിനൊപ്പം സമയമാണ് ദിയ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. വിവാഹിതയെ അമ്മയായി ജീവിക്കണമെന്ന് താനെപ്പോഴും ആഗ്രഹിച്ചു എന്ന് ദിയ നേരത്തെ വ്യക്തമാക്കിയിരുന്നു.